ഡാൻ കുര്യനിലേക്ക് തന്നെ പോവുകയാണ്. ഡാൻ, എന്തായാലും യാതൊരു ഒത്തുതീർപ്പിനും കോൺഗ്രസ് ഇല്ല, അതിന്റെ ആവശ്യമില്ല എന്നാണ് ശ്രീ തിരുവഞ്ചൂർ അടക്കം നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചത്. ഇനി എന്തായിരിക്കും കോൺഗ്രസിന്റെ ഒരു നീക്കം? കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ ഇതൊരു തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ടോ? ഡാൻ, എന്താണ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും തിരുവഞ്ചൂരിന്റെ വാക്കുകളിൽ തന്നെ അത് വ്യക്തമാണ് ഭവ്യ. ഇത് രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി UDF മാറ്റാൻ തന്നെയാണ് സാധ്യത. കാരണം മുൻകൂർ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകൾ പ്രകാരമാണ് ഈ IPC 323, 341, 34 വകുപ്പുകളൊക്കെ മുൻകൂർ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ്. പക്ഷേ അത്തരത്തിലൊരു മുൻകൂർ ജാമ്യം പോലും എടുക്കാതെ നിയമ നടപടികളിലേക്ക് പോലീസ് നീങ്ങുകയാണെങ്കിൽ അറസ്റ്റിന് വഴങ്ങുന്ന ഒരു നീക്കം അത് തന്നെ ഉണ്ടാകാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അത് UDF വലിയ തരത്തിൽ രാഷ്ട്രീയ പ്രചാരണമായി മാറ്റും. ഈ ദൃശ്യങ്ങളടക്കം പ്രദർശിപ്പിച്ചുകൊണ്ട്, അതായത് നിയമസഭയിൽ കയ്യാങ്കളി നടത്തിയത് ആരാണ് എന്ന ബോധ്യമായിട്ടും അവരെ സംരക്ഷിച്ചുകൊണ്ട് UDF MLA-മാരെ പ്രതി ചേർക്കുന്ന ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി സർക്കാർ മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ തന്ത്രം തന്നെയായിരിക്കും UDF-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുക. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകൾ അത് വ്യക്തമാണ്. എന്തായാലും കൂടുതൽ പ്രതിപക്ഷ നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ 4 പേരും മുൻ MLA-മാരാണ്, അവരടക്കം ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതുണ്ട്. ഇതിൽ ശിവദാസൻ നായരെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതേ സമയത്ത് ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, നമ്മൾ ഈ ഡൊമിനിക് പ്രസന്റേഷനെ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നാണ് പറഞ്ഞത്. തുടരാം. തീർച്ചയായിട്ടും അത്തരത്തിൽ MLA-മാരുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ, മുൻ MLA-മാരുടെ പ്രതികരണം അടക്കം ഈ ഘട്ടത്തിൽ വരേണ്ടതുണ്ട്. എന്തായാലും രാഷ്ട്രീയമായ ഒരു നീക്കം ഈ ഒരു ഘട്ടത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് 8 വർഷങ്ങൾക്ക് ശേഷം നിയമസഭാ കയ്യാങ്കളി കേസിൽ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അത് കൃത്യമായ രാഷ്ട്രീയമായ ഒരു ലക്ഷ്യം അതിന് പിന്നിലുണ്ട്. ആ ലക്ഷ്യം ഒത്തുതീർപ്പാണോ അതോ മറ്റെന്തെങ്കിലുമാണോ, അതാണ് ഇനി വ്യക്തമാക്കാനുള്ളത്. പക്ഷേ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കുകയാണ്. ഒരു ഒത്തുതീർപ്പിന് വഴങ്ങില്ല എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നു. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്ത് മ്യൂസിയം പോലീസ് തുടക്കമിട്ട അന്വേഷണമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഈ കേസിന്റെ അന്വേഷണം തുടരുമ്പോൾ സ്വാഭാവികമായി ഈ 4 പേരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ട നടപടികളിലേക്ക് കടക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അത് മുൻകൂർ ജാമ്യം എടുക്കാത്ത പക്ഷം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ അത് തീർച്ചയായിട്ടും UDF രാഷ്ട്രീയ പ്രചാരണായുധമാക്കി സർക്കാരിനെതിരെ ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത്തരം നീക്കങ്ങൾ തന്നെയാണ്, പ്രതികരണങ്ങൾ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഭവ്യ.